ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഓഗസ്റ്റ് മാസം 3-ാം തീയതി തുടങ്ങാനായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാടധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയം എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ലിസ്റ്റുകളും പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ പുറത്തു വരുന്ന ഒരു സമയം തന്നെയാണ്. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വിഷുവിനോടനുബന്ധിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ ഒരു പ്രമോയും ലോഗോ ലോഞ്ചിങ്ങും ഒരു കോമണേഴ്സ് പ്രമോയും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കോമണേഴ്സ് പ്രമോ എന്തൊക്കെയാണെങ്കിലും ഈ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും കോമണേഴ്സ് ആയിട്ട് ബിഗ് ബോസിലേക്ക് പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും ആ ഒരു പ്രമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഓൺലൈനിൽ അപ്ലൈ ചെയ്യേണ്ടത്, വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ആ ഒരു കോമണേഴ്സ് പ്രമോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ച് തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സീസണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാടധികം മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഒരു സീസണാണ്. അത് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പറിലാണെങ്കിലും അതുപോലെ തന്നെ ബിഗ് ബോസ് സ്വന്തമായിട്ട് ചെന്നൈയിൽ മലയാളം ബിഗ് ബോസ് ഒരു സെറ്റ് വാങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സീസൺ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാടധികം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനലി ലാലേട്ടൻ തന്നെ ഈ ഒരു സീസണിലേക്ക് ഫിക്സ് ആയിരിക്കുകയാണ്. ലാലേട്ടൻ എഗ്രിമെന്റ് അടുത്ത തന്നെ സൈൻ ചെയ്യും എന്ന് തന്നെയാണ് പറയാനായിട്ട് പറ്റുന്നത്. ഈ ഒരു സീസണും ലാലേട്ടൻ തന്നെ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 7 പങ്കെടുക്കാനായിട്ടും ബിഗ് ബോസ് വിളിക്കാനായിട്ടും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവരിൽ പലർക്കും ഇതിനോടകം തന്നെ ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവരൊക്കെ ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. ഇതിന് മുന്നുള്ള സീസണുകളിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. തീർച്ചയായിട്ടും ഈ ഒരു സീസണിലും ഇവരെ വിളിക്കാനും അതുപോലെ തന്നെ ഇവരിൽ പലരും പോകാനുമായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ലിസ്റ്റ് നമുക്ക് പറയാം. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല, വെറൈറ്റി മീഡിയ ആങ്കർ ആയിട്ടുള്ള റോഹൻ ലോണ. റോഹൻ ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ള ഒരുപാടധികം വ്യക്തികളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുപാടധികം കണ്ടസ്റ്റൻസിനെ ഇന്റർവ്യൂ ചെയ്ത് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്ന ഒരു ആങ്കറാണ് റോഹൻ ലോണ. തീർച്ചയായിട്ടും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. അടുത്തതായി പറയുന്നത് LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടി ആയിട്ടുള്ള ജസീൽ ജാസി. ജാസി ഒരു ബിഗ് ബോസ് ഫാൻ കൂടിയാണ്. തീർച്ചയായിട്ടും ബിഗ് ബോസിലേക്ക് വിളിക്കുകയാണെങ്കിൽ ആ ഒരു സീസണിൽ ജാസി തീർച്ചയായിട്ടും പങ്കെടുക്കുന്നതായിരിക്കും. ജാസിയും ഈ ഒരു സീസണിൽ വരാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അടുത്തതായി പറയുന്നത് ഒരുപാട് നാളുകളായിട്ട് ബിഗ് ബോസിന്റെ എനിക്ക് തോന്നുന്നു ഏകദേശം 2-3 സീസണുകൾ തൊട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതുവരെയും ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് താല്പര്യപ്പെടുന്ന ഒരു ആക്ടർ കൂടിയാണ്, ഒരു സീരിയൽ ആക്ടർ ആയിട്ടുള്ള ജിഷിൻ മോഹൻ. ഈ പ്രാവശ്യം തീർച്ചയായിട്ടും വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി പറയുന്നത് ഡാൻസറും അതുപോലെ തന്നെ യൂട്യൂബറും ആയിട്ടുള്ള നമ്മുടെ പ്രണവ് കൊച്ചുവിനെയും തീർച്ചയായിട്ടും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ചാനലൊക്കെ ബന്ധപ്പെട്ട് നല്ല രീതിയിൽ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോരുന്നതാണ്. അടുത്തതായി പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്നൊക്കെ പറയാവുന്ന നമ്മുടെ തൊപ്പിയെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിക്കാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അടുത്തതായി പറയുന്നത് ബ്യൂട്ടി വ്ളോഗറും യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററും ആയിട്ടുള്ള ഗ്ലാമി ഗംഗയെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് ഡാൻസറും ഒരു കോൺട്രവേഴ്സി ക്രിയേറ്ററുമായിട്ടുള്ള ഷാലു മേനോൻ ഒരു സീരിയൽ ആക്ട്രസ് കൂടിയാണ്. പുള്ളിക്കാരത്തിയെയും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസ് ക്ലിനിക്കിലെ രോഹിത്തിനെ നമുക്കറിയാം, സോഷ്യൽ മീഡിയ താരമാണ് പുള്ളിക്കാരൻ. ഒരു കോൺട്രവേഴ്സി കിങ് ആണ്. തീർച്ചയായിട്ടും പച്ചവീട്ടിൽ പ്രശ്നേഷൻ എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രശസ്തനായിട്ടുള്ള ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ രോഹിത്തിനെയും ഈ ഒരു സീസണിന്റെ ഭാഗമാക്കാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 9ാമതായിട്ട് പറയുന്നത് മറ്റാരുമല്ല, പരസ്പരം എന്ന് പറഞ്ഞ സീരിയലിൽ പത്മാവതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്ത് ഒരുപാട് പേർക്ക് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള രേഖ രതീഷ് ഒരു മൂവി സീരിയൽ ആക്ട്രസ് ആണ്, ഒരു സീനിയർ വുമൺ ആക്ട്രസ് ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിക്കാനും വരാനുമുള്ള സാധ്യത ഏറെയാണ്. അടുത്തതായി 10ാമതായിട്ട് പറയുന്നത് മറ്റാരുമല്ല, ഷാലൂഖ് കുര്യൻ ആദ്യമായിട്ട് ചന്ദനമഴ എന്ന് പറയുന്ന സീരിയലിലൂടെയാണ് വന്നത്. പിന്നീട് ഒരുപാടധികം ഷോകളിലും സീരിയലുകളിലും
സീരിയലുകളിലും ഡാൻസ് പ്രോഗ്രാമുകളിലൊക്കെ നല്ല രീതിയിൽ ഏഷ്യാനെറ്റിൽ തന്നെ ഒരു സജീവമായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ശാലു കുര്യനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആതിരയെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 12ാമതായിട്ട് പറയുന്നത് മറ്റാരുമല്ല, സ്വാസിക വിജയ് ഇതിനു മുന്നുള്ള സീസണുകളിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഒരുപാടധികം സിനിമകളിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലും സൂര്യ ടിവിയിലൊക്കെ ഒത്തിരിയധികം സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ട് ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെ ആയിരുന്നു അരങ്ങേറ്റം. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് നമ്മുടെ ഉപ്പും മുളകിലെ നീലിമ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന നേഷ സാരംഗ്, പുള്ളിക്കാരത്തിയെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഹെയ്ദി സാദിയ നമുക്കറിയാം ഒരുപാട് കോൺട്രവേഴ്സികളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പേരാണ്. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് അനീഷ് രവി നമുക്കറിയാം പണ്ടുള്ള ഒരുപാടധികം പ്രോഗ്രാമുകളിൽ നല്ല രീതിയിൽ ഒരു കോമഡിയനായിട്ട് നമ്മളെല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഒരുപാടധികം കോമഡി പ്രോഗ്രാമുകളും ഈ പുള്ളിക്കാരൻ ആങ്കറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനീഷ് രവിയെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് 16ാമതായിട്ട് ഉണ്ണിക്കണ്ണൻ മംഗലംഡാമിലെ ഉണ്ണിക്കണ്ണൻ വിജയണ്ണനെ കണ്ടതും നമുക്ക് ഉണ്ണിക്കണ്ണന്റെ ആ ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. വിജയ് ഫാൻ ആയിട്ടുള്ള ഉണ്ണിക്കണ്ണൻ ഏതൊക്കെ രീതിയിലാണ് വിജയണ്ണനെ കാണാനായിട്ട് ആ ഒരു ചെന്നൈ വരെയും പോയതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ട്രെൻഡിങ്ങിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഉണ്ണിക്കണ്ണനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഉണ്ണിക്കണ്ണൻ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അടുത്തതായി പറയുന്നത് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ഒരു ആക്ടറാണ്. ഒരുപാടധികം സിനിമകളിൽ ഒരുപാടധികം വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിലുമുള്ള ഒരു പ്ലെയർ കൂടിയാണ് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 18ാമതായിട്ട് പറയുന്നത് ഗായത്രി അരുൺ നമുക്കറിയാം പരസ്പരം എന്ന് പറയുന്ന സീരിയലിൽ ദീപ്തി IPS എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്ത് ഒരുപാട് ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അതുപോലെ തന്നെ ഒരുപാടധികം സിനിമകളിലും ഇപ്പോൾ വേഷമിട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗായത്രി അരുണും ഈ ഒരു മലയാളം സീസൺ 7ന്റെ ഭാഗമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് ടീച്ചറും ഫെമിനിസ്റ്റും അതുപോലെ തന്നെ ഒരു കോൺട്രവേഴ്സി കിങ്ങുമായിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കലും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് 20ാമതായിട്ട് ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ജാനകി ഓംകുമാർ ഒരു ഡാൻസറാണ്, ഡോക്ടറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ നിന്ന് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പങ്കെടുക്കാനും സാധ്യത ഏറെയാണ്. അങ്ങനെ വിഷുദിനം പ്രമാണിച്ചുകൊണ്ട് 20 പേരടങ്ങുന്ന ഒരു ബിഗ് ബോസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ആണെന്നും നമ്മൾ പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാവർക്കും ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരിൽ പലരെയും ഈ ഒരു സമയത്ത് വിളിച്ചതായിട്ടും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരൊക്കെ ഓഡിഷനിൽ വിജയിച്ചുകൊണ്ട് ആ ഒരു ഇന്റർവ്യൂവിലൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു ബിഗ് ബോസിലേക്ക് സെലക്ട് ആവുകയാണെങ്കിൽ ഒരുപാട് പേര് പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ തന്നെയാണ് ഈ പറയുന്ന 20 പേരും. അപ്പോൾ തീർച്ചയായിട്ടും ഇവരൊക്കെ വരികയാണെങ്കിൽ സീസൺ കുറച്ചുകൂടി ബെറ്റർ ആവും, കുറച്ചുകൂടി കോണ്ടന്റുകൾ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലർക്കും വേറെ മറ്റു ചില വ്യക്തികളൊക്കെ ബിഗ് ബോസിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികളുടെ പേരുകൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് മലയാളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. എന്തൊക്കെയാണെങ്കിലും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഒരു കോമണേഴ്സ് പ്രൊമോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് പ്രൊമോ ഒക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ലാലേട്ടന്റെ ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തത് ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടില്ല. അത് കൺഫേം ആവുന്ന സമയത്ത് പറയുന്നതായിരിക്കും. ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്